ഒരു പ്രാവശ്യം കിഡ്നി ഡാമേജ് ആയാൽ ഇറ്റ് ഇസ് റിവേഴ്സ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു കിഡ്നി പോയാൽ മറ്റേ കിഡ്നി ഇതിന്റെ ഫംഗ്ഷൻ വിൽ ടേക്ക് ഓവർ. 2 കിഡ്നിയും കൂടെ പോയാലാണ് ഈ ട്രാൻസ്പ്ലാന്റിലേക്ക് വരും. മൂത്രക്കുഴലിൽ ഒരു തടസ്സം വന്നു, പ്രോസ്റ്റേറ്റ് ബ്ലോക്കായി മൂത്രം 300 ml 400 ml മൂത്രസഞ്ചി കെട്ടിക്കിടക്കുക, അത് തിരിച്ചു കയറി കിഡ്നി ഫെയിലിയർ വരാം. ക്രിയാറ്റിൻ, കിഡ്നി സ്റ്റോൺ ട്രീറ്റ് ചെയ്യാതെ വെച്ച് ഇപ്പൊ 2 കിഡ്നിയിലും 2 സ്റ്റോൺ ട്യൂബിൽ വന്നാൽ കടഞ്ഞാൽ അവിടെ ബ്ലോക്കായി. അപ്പൊ കുറെ കല്ലുകളുള്ള ആൾക്കാർ അതൊക്കെ പിന്നെ ചെയ്യാം, മരുന്ന് പിന്നെ കഴിക്കാം വെച്ചോണ്ടിരുന്ന പതുക്കെ അത് കിഡ്നീനെ അഫക്ട് ചെയ്ത് അത് പോകും. കുട്ടികളിൽ ജന്മനാ വരുന്ന പ്രശ്നം, ആണുങ്ങളിലൊക്കെ പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് എന്നൊക്കെ പറഞ്ഞ കുട്ടികളിൽ വരുന്നൊരു കാര്യം, മൂത്രക്കുഴലില് ബ്ലോക്ക് വരും. അത് മൂത്രക്കുഴലിനെ അഫക്ട് ചെയ്യും, മൂത്രസഞ്ചിനെ അഫക്ട് ചെയ്യും, 2 കിഡ്നീനെ അഫക്ട് ചെയ്യും. മൂത്രം വൃക്കയിലേക്ക് തിരിച്ചു കയറുന്ന പ്രോബ്ലം റിഫ്ലക്സ് എന്ന് പറയും. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ വെറുതെ ഒരു ഇൻഫെക്ഷൻ ആണ് മരുന്നും കൊടുത്ത് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റണത് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പതുക്കെ ഇറ്റ് വിൽ റീച്ച് ടു എ പ്രോബ്ലം. യൂറിനറി ട്രാക്റ്റിൽ എന്ത് പ്രശ്നം വന്നാലും ഒരു ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക.